Good morning all. നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോസിൽ നമ്മൾ ക്യൂട്ടീൻ്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതിൽ യൂസസ്, ആപ്ലിക്കേഷൻസ്, അങ്ങനെ കുറച്ച് ടേംസ് ആണ് നമ്മൾ പറഞ്ഞത്. നെക്സ്റ്റ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ സെക്കൻഡ് മൊഡ്യൂളാണ്. സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം സീരീസ് ആൻഡ് ഇൻഡെക്സ് നമ്പേഴ്സ്. ഈ മൊഡ്യൂൾ എന്ന് പറയുന്നത് നിങ്ങൾ BBA-കാർക്ക് മാത്രമുള്ള മൊഡ്യൂളാണ്. BCom BBA കോമൺ മൊഡ്യൂൾ അല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ മൊഡ്യൂളിലേക്ക് കിടക്കാം. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം സീരീസ്. ആ ടൈം സീരീസ് എന്നുള്ള പേര് പറയുന്നത് പോലെ തന്നെ ടൈം സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓരോ ടൈമിനനുസരിച്ചിട്ട് നമ്മൾ കുറേ ഡാറ്റാസ് കളക്ട് ചെയ്ത് വെക്കും. അങ്ങനെ കളക്ട് ചെയ്യുന്ന ആ ഒരു റെക്കോർഡ് ഓഫ് ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ മെഷർമെൻറ്റ്സ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ടൈം സീരീസ് എന്ന് പറയാം. അതായത് ടൈമിനനുസരിച്ച് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റാസ്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ടൈം സീരീസ് എന്ന് പറയാം. അങ്ങനെയുള്ള ടൈം സീരീസ് രണ്ട് വേരിയബിളിൻ്റെ റിലേഷൻഷിപ്പിനെയാണ് കാണിക്കുന്നത്. അതിൽ ഒരു വേരിയബിൾ എന്ത് വരണം, ടൈം വരണം. ഓക്കെ, അങ്ങനെയുള്ളതാണ് ഏത് വരിക, ടൈം സീരീസ് വരിക. ഫോർ എക്സാമ്പിൾ പറയാം, ഇയർലി നാഷണൽ ഇൻകം ഡാറ്റ, ക്വാർട്ടർലി ഇൻവെൻട്രി, ഫിസിക്കൽ വോളിയം, ഇയർലി ബാങ്ക് റേറ്റ്സ്, ഇയർലി എക്സ്പോർട്ട്സ് ഓഫ് മെഷീൻസ്, എക്സെട്ര. ഇത് മാത്രമല്ല, നമുക്ക് ഒരുപാട് നമ്മളെ ഡെയിലി ലൈഫിൽ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് ഏതിൽ പറയാൻ പറ്റും, ടൈം സീരീസിൽ നമുക്ക് പറയാൻ പറ്റും. ഒരു സിമ്പിൾ എക്സാമ്പിൾ നോക്കുക. ഇവിടെ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 2001 മുതൽ 2007 വരെയുള്ള ഇയർ ആണ് എടുത്തിരിക്കുന്നത്. അതിൽ തന്നെ നമ്മൾ സെയിലാണ്, സെയിൽ ലാക്സിലാണ് പറയുന്നത്. 2001 17 lakhs, 2002 19 lakhs, 2003 22, അങ്ങനെ 2007 ആകുമ്പോഴത്തേക്ക് നമ്മൾ സെയിൽ 30 lakhs എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വേരിയബിളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വേരിയബിൾ എന്ന് പറയുന്നത് ടൈമാണ്. അതായത് 2001 2002 അങ്ങനെ ചേഞ്ച് വരുന്നതാണ് ഫസ്റ്റ് വേരിയബിൾ ടൈം. സെക്കൻഡ് വേരിയബിൾ എന്ന് പറയുന്നത് സെയിലാണ് വരുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ടൈം സീരീസിൽ ഒരു വേരിയബിൾ എപ്പോഴും എന്തേ വരാൻ പാടുള്ളൂ, ടൈമേ വരാൻ പാടുള്ളൂ. ഒന്നുകിൽ ഇയർ ആവാം, മന്ത് ആവാം, ടൈം ആവാം. അത് ഒരു വേരിയബിൾ നമുക്ക് ഫിക്സഡ് ആണ്. രണ്ടാമത്തേത് ഇങ്ങനെ ചേഞ്ച് വന്നുകൊണ്ടേയിരിക്കും. ഒന്നുകിൽ സെയിൽ ആവാം, അല്ലെങ്കിൽ ഇയർലി ഇൻകം ആവാം. അങ്ങനെ നമ്മൾ നേരത്തെ കുറച്ച് എക്സാമ്പിൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഇതിൽ വരിക, സെക്കൻഡിൽ വരിക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനാലിസിസ് ഓഫ് ടൈം സീരീസ്. അനാലിസിസ് ഓഫ് ടൈം സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് ആണ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് എന്തിനു വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എക്കണോമിക് ഫിനോമിനയിലുള്ള ചേഞ്ചസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഡാറ്റ ഉപയോഗിച്ചിട്ട് നമുക്ക് ചേഞ്ചസ് മനസ്സിലാക്കാനും അത് ഇൻ്റർപ്രറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ളതാണ്. ഇതിനനുസരിച്ചിട്ട് ടൈമിനനുസരിച്ചിട്ട്. അതാണ് ഏത് വരിക, അനാലിസിസ് ഓഫ് ടൈം സീരീസ് വരിക. ഓക്കെ, ഈ അനാലിസിസ് ഓഫ് ടൈം സീരീസിൻ്റെ അനാലിസിസ് വെച്ചിട്ട് നമുക്ക് ഫ്യൂച്ചറിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്നുള്ളത് നമുക്ക് നേരത്തെ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ 2001 ഇതാണ് സെയിൽ, 2002 ഇങ്ങനെ നമ്മൾ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്ത് മനസ്സിലാക്കാം, 17 19 22 അത് ഗ്രാജുവലി ഇൻക്രീസ് ആണ് വരുന്നത്. സെയിൽ എന്തായിട്ടില്ല, ഡൗൺ ആയി പോയിട്ടില്ല, എപ്പോഴും എന്താണ്, ഇൻക്രീസ് ആയിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈം സീരീസ് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കുറേ ഫ്യൂച്ചറിലുള്ള നമുക്ക് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ടൈം എഫക്റ്റ് ചെയ്യുന്നത് ഒരുപാട് കാര്യത്തിന് നമ്മൾ ടൈം എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ കുറച്ച് കാര്യങ്ങളാണ് ഇത്. ഇൻകം എന്ന് പറയുന്നത് വേരിയബിളാണ്. ഇൻകം എന്ത് ചെയ്യും, ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല. ഇൻകം ഒരിക്കലും എന്തായിരിക്കില്ല, കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല. നമുക്കത് ഗ്രാജുവലി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. പിന്നെ ഹാബിറ്റ്സ്, അതേപോലെ ഫാഷൻ. ഫാഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ്, ട്രെൻഡാണ്. ഓരോ ടൈമിനനുസരിച്ച് നമ്മളെ ട്രെൻഡ് മാറിക്കൊണ്ടേയിരിക്കും. അതേപോലെ തന്നെ ടേസ്റ്റ്, ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ്സ്, പ്രൊഡക്ഷൻ, പോപ്പുലേഷൻ, എക്സെട്ര. അതൊക്കെ ഏതിൽ വരുന്നതാണ്, അതായത് നമ്മൾ ടൈം എഫക്റ്റ് ചെയ്യുന്ന കുറച്ച് കണ്ടീഷൻസ് ആണ് ഇത്. ഇതൊന്നും ഒരിക്കലും എന്തായിട്ട് മാറില്ല, ഒരു ലോങ്ങർ പീരീഡിൽ അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് മാറുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈം സീരീസ് അനാലിസിസ് കൺസിസ്റ്റ് ഓഫ്, അതായത് ടൈം സീരീസ് അനാലിസിസിൽ വരുന്ന ഐഡൻറ്റിഫൈങ് ദി വേരിയസ് ഫോഴ്സസ് whose interaction produces variations in the time series.
അതായത് ടൈം സീരീസിൽ വേരിയേഷൻ ഉണ്ടാക്കുന്ന എന്താണ് ഈ ചേഞ്ചസിനൊക്കെ കാരണം എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഐസൊലേറ്റിംഗ്, സ്റ്റഡിയിങ്, അനലൈസിങ് ആൻഡ് മെഷറിംഗ് ദം ഇൻഡിപെൻഡൻ്റ്ലി. ഓരോന്നിനെയും നമ്മൾ എന്ത് ചെയ്യുക, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് ഐസൊലേറ്റ് ചെയ്യുക, സ്റ്റഡിയിങ്, അനാലിസിസ്, ഈ 3 പ്രൊസീജിയേഴ്സ് നമുക്ക് ഈ ടൈം സീരീസ് അനാലിസിസ് കൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പോണൻസ് ഓഫ് ടൈം സീരീസ്. അപ്പോൾ ടൈം സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമിനനുസരിച്ചിട്ട് നമ്മൾ കളക്ട് ചെയ്യുന്ന ഡാറ്റാസിനെയാണ് നമ്മൾ എന്ത് പറയുക, ടൈം സീരീസ് എന്ന് പറയുക. അതിൻ്റെ കുറച്ച് കമ്പോണൻസ് ആണ് ഇനിയിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഇത് നമ്മൾ ഈ ഇതൊക്കെ എന്താണ്, ഇൻ്റർ കണക്റ്റഡ് ആണ്. അത് നമുക്ക് പെട്ടെന്ന് തന്നെ കനോട്ട് ബി ഡിസ്റ്റിങ്വിഷ്ഡ് ഈസിലി എന്നാണ് പറയുക. നമുക്ക് പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കാൻ പറ്റില്ല. ഇനി ഈ ഒരു ഫോഴ്സസിനെയാണ് നമ്മൾ എന്ത് പറയുക, കമ്പോണൻസ് എന്ന് പറയുക. ഓക്കെ, ഈ കമ്പോണൻസിൽ മെയിനായിട്ട് 4 കമ്പോണൻസ് ആണുള്ളത്. ഒന്ന് സെക്യുലർ ട്രെൻഡ്, രണ്ടാമത്തേത് സീസണൽ വേരിയേഷൻസ്, മൂന്നാമത്തേത് സൈക്ലിക് വേരിയേഷൻസ്, നാലാമത്തേത് ഇറഗുലർ വേരിയേഷൻസ്. ഓക്കെ, അപ്പം ഇങ്ങനെ 4 കമ്പോണൻസ് ആണ് മെയിനായിട്ട് ഏതിൽ വരുന്നത്, ടൈം സീരീസിൽ വരുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്യുലർ ട്രെൻഡാണ്. സെക്യുലർ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ജനറൽ ടെൻഡൻസി എന്ന് പറയുന്നത്, സെക്യുലർ ട്രെൻഡിൻ്റെ ജനറൽ ടെൻഡൻസി എന്ന് പറയുന്നത് ഒന്നുകിൽ ആ ഡാറ്റ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ അത് ഡിക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ സ്റ്റാഗ്നേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിശ്ചലമായിട്ടിരിക്കുക, അതായത് കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുക. ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈം ഈസ് കോൾഡ് സെക്യുലർ ട്രെൻഡ്. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഒരു സെക്യുലർ ട്രെൻഡ് എന്നുള്ള, അല്ലെങ്കിൽ സിമ്പിൾ ട്രെൻഡ് എന്ന് പറയാം. ഓക്കെ, ഇത് നമ്മൾ ബിസിനസ്സിലും കൊമേഴ്സിലും അങ്ങനെ അത് റിലേറ്റ് ചെയ്തിട്ടാണ്, അതായത് അപ്വേർഡ് ടെൻഡൻസി അതേപോലെ തന്നെ ഡൗൺവേർഡ് ടെൻഡൻസി അങ്ങനെയാണ് നമ്മൾ പറയാം. ഓക്കെ, അപ്വേർഡ് ടെൻഡൻസി എന്ന് പറയുമ്പോൾ പോപ്പുലേഷൻ്റെ കേസിൽ, പ്രൊഡക്ഷൻ കേസിൽ, ഇൻകം, പ്രൈസസ് ആൻഡ് സെയിൽസ് ഓഫ് പ്രോഡക്ട്സ് അതൊക്കെ എന്താണ്, ഇൻക്രീസ് ചെയ്തു പോവാണ്, കൂടി വരികയാണ്. അതാണ് ഏത് വരിക, ഈ അപ്വേർഡ് ടെൻഡൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഡൗൺവേർഡ് ടെൻഡൻസി എന്ന് പറയുമ്പോൾ എന്ത് വരും, എപ്പിഡമിക്സ് ഡ്യൂ ടു ഇംപ്രൂവ്ഡ് മെഡിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് സാനിറ്റൈസേഷൻ, ബർത്ത് റേറ്റ് എക്സെട്ര. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മൾ ഒരുപാട് പുരോഗതി, നമുക്ക് ഒരുപാട് ഡെവലപ്മെൻറ്റ്സ്, നമുക്ക് മെഡിക്കൽ ഫീൽഡിലായാലും ഏത് ഫീൽഡിലായാലും നമുക്ക് ഡെവലപ്മെൻറ്റ്സ് ആണ് നമുക്ക് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഈ മെഡിക്കൽ ഫീൽഡിലെ ഡെവലപ്മെൻറ്റ്സ് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ കുറേ രോഗങ്ങളെല്ലാം നമുക്ക് മാക്സിമം കുറക്കാൻ പറ്റി. ഓക്കെ, അതിൽ എന്താണ്, ഡിക്രീസ് ആണ്, ഡൗൺവേർഡ് ടെൻഡൻസിയാണ് ഏത് വരുന്നത്, ഈ എന്താണ്, എപ്പിഡമിക്സ് ഡ്യൂ ടു ഇംപ്രൂവ്ഡ് മെഡിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് സാനിറ്റേഷൻ, അതായത് നമ്മൾ എന്താണ്, വ്യക്തി ശുചിത്വം കൊണ്ടും അതൊക്കെ നമ്മൾ ഒരുപാട്, അതായത് രോഗങ്ങൾ നമുക്ക് കുറഞ്ഞു വന്നിട്ടുണ്ട്. അതേപോലെ ബർത്ത് റേറ്റ് അതൊക്കെ ഏതിലാണ് വരുന്നത്, ഡൗൺവേർഡ് ടെൻഡൻസിയിലാണ് നമുക്ക് വരുന്നത്. ഇതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്, ട്രെൻഡാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പം സെക്യുലർ ട്രെൻഡ് അല്ലെങ്കിൽ സിമ്പിൾ ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ എ ലോങ് പീരീഡ് ഓഫ് ടൈമിൽ ഒന്നെങ്കിൽ ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യാം, അല്ലെങ്കിൽ നിശ്ചലമായിട്ട് തന്നെ നിൽക്കാം. അങ്ങനെയുള്ള ഡാറ്റേൻ്റെ ജനറൽ ടെൻഡൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, സെക്യുലർ ട്രെൻഡ് ഓർ സിമ്പിൾ ട്രെൻഡ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസണൽ വേരിയേഷൻസ്. ഈ സീസണൽ വേരിയേഷൻ ആ പേര് തന്നെ നമുക്ക് വ്യക്തമാണ്. സീസണൽ വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അത് വിത്തിൻ എ ഇയർ, ഒരു ഇയറിൽ ഉള്ള വേരിയേഷൻസിനെയാണ് നമ്മൾ കാണിക്കുന്നത്. അത് ഒരു ഇയർ എന്നല്ല, അതെന്ത് ചെയ്യും, അത് ചിലപ്പം നെക്സ്റ്റ് ഇയറിലും അതേപോലെ തന്നെയായിരിക്കും സംഭവിക്കുക, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് സിമിലർ പാറ്റേണിലാണ് എന്ത് വരിക, നെക്സ്റ്റ് ഇയറിൽ. ദീസ് ഫോഴ്സസ് ഹാവ് ദി സെയിം ഓർ ഓൾമോസ്റ്റ് സിമിലർ പാറ്റേൺ ഇയർ ആഫ്റ്റർ ഇയർ. ഓക്കെ, ഈ സീസണൽ വേരിയേഷൻസ് ഒന്നുകിൽ ക്ലൈമറ്റ് ആൻഡ് വെതർ കണ്ടീഷൻ കൊണ്ടുണ്ടാവാം, അല്ലെങ്കിൽ കസ്റ്റംസ് ആൻഡ് ട്രഡീഷണൽ ഹാബിറ്റ്സ്. അതായത് നമ്മളൊന്ന് നോക്കിയാൽ നമുക്കറിയാം, അതായത് മൺസൂൺ സീസൺ വരികയാണെന്ന് വിചാരിക്കാം. മൺസൂൺ സീസണിലാണ് നമ്മൾ ഏതിൻ്റെ സെയിൽ ഒരുപാട് കൂടുക, അംബ്രലേൻ്റെ സെയിൽ ഒരുപാട് കൂടുക. അതായത് സീസൺ അനുസരിച്ചിട്ട് മൺസൂൺ ആകുമ്പോൾ എന്ത് വരും, അംബ്രലേൻ്റെ സെയിൽ നമുക്ക് കൂട്ടും. അതേപോലെ തന്നെ ഐസ്ക്രീമിൻ്റെ ഒക്കെ സെയിൽ നമുക്ക് ഏത് സീസണിൽ, ഐസ്ക്രീമൊക്കെ എപ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് ഉണ്ടാക്കുക, സമ്മർ സീസണിലാണ് എന്ത് വരിക, ഐസ്ക്രീംസ് നമ്മൾ ഒരുപാട് സെയിലായി പോവാം. ഓക്കെ,
അതേപോലെ തന്നെ നമ്മൾ എന്താണ് ഒരുപാട് ഫെസ്റ്റിവൽസ് നമുക്ക് വരുന്നുണ്ട്. അതിപ്പം റിലീജിയസ് ആയാലും അല്ലെങ്കിലും ഇപ്പോൾ ഓണം, വിഷു, പിന്നെ എന്താണ് റംസാൻ, പിന്നെ അങ്ങനെ ഓരോ എന്താണ് ഫെസ്റ്റിവൽസ് വരുന്ന സമയത്ത് നമുക്ക് അതിനനുസരിച്ചുള്ള സെയിൽ ഏറ്റവും എന്ന് പറയുന്നത് ക്ലോത്തിൽ തന്നെ. അപ്പോൾ നമുക്ക് ഏതൊരു ഫെസ്റ്റിവൽ വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ക്ലോത്തിൻ്റെ നമ്മൾ ഡ്രസ്സ് എടുക്കും. അപ്പോൾ അതെന്താണ്, അതൊരു സീസണൽ വേരിയേഷനാണ്. അത് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റും. അപ്പോൾ അതാണ് എന്താണ് റംസാൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ ക്രിസ്മസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഓണം വരുന്നുണ്ട്. അപ്പോൾ ആ ടൈമിലേക്ക് നമുക്ക് ഒരുപാട് ഡ്രസ്സുകൾ ആവശ്യമായിട്ട് വരും. അപ്പോൾ ആ ടൈമിൽ എന്താണ് നമ്മൾ ഡ്രസ്സുകളെ സെയിൽ കൂടും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ സീസണൽ വേരിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഓരോ സീസൺ അനുസരിച്ചിട്ട് നമ്മൾ വരുന്ന ഡാറ്റാസിലെ ചേഞ്ച്. ഓക്കെ, ഇത് എന്ന് പറയുന്നത് നമ്മളെ ബിസിനസ്മാനും പ്രൊഡ്യൂസേഴ്സിനും സെല്ലേഴ്സിന് അതിനെല്ലാം എന്താണ് ഫ്യൂച്ചർ പ്ലാനിങ്ങിന്, അതായത് നെക്സ്റ്റ് ഇയറിൽ ഇത് വരികയാണെങ്കിൽ നമ്മൾ എത്ര കണ്ട് നമ്മൾ സെയിൽ കൂട്ടണം, എത്ര കണ്ട് പ്രൊഡക്ഷൻ നമ്മൾ കൂട്ടണം എന്നൊക്കെ നമ്മൾ ഏതുകൊണ്ട് മനസ്സിലാകും, ഈ സീസണൽ വേരിയേഷൻസ് കൊണ്ട് നമുക്ക് മനസ്സിലാവും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈക്ലിക്കൽ വേരിയേഷനാണ്. സൈക്ലിക്കൽ വേരിയേഷൻ എന്ന് പറയുന്നത് അത് എന്താണ് മോർ ദാൻ 1 ഇയർ. നേരത്തെ പറഞ്ഞത് ഒരു ഇയറിലതാണ് ഏത് സീസണൽ വേരിയേഷൻ വരുന്നത്. സൈക്ലിക്കൽ വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എന്ത് വരാം, അപ്സ് ആൻഡ് ഡൗൺസ് വരാം. എല്ലാപ്പോൾ ഒന്നുകിൽ ഡിക്രീസ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ ഡിക്രീസ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ സ്റ്റാഗ്നേറ്റ്, അങ്ങനെ നമുക്ക് പറയാൻ പറ്റൂല. അതിലെന്ത് വരാം, അപ്സ് ആൻഡ് ഡൗൺസ് നമുക്ക് വരാം. ചില സമയത്ത് അതെന്തായിരിക്കും, അപ്സ് ആയിരിക്കും, ചില സമയത്ത് എന്തായിരിക്കും, ഡൗൺ ആയിരിക്കും. അങ്ങനെ കുറച്ച് ഇതാണ് വരുന്നത്. അത് തന്നെ നമുക്ക് ഈ ഫേസിൽ അതായത് 4 ഫേസസ് ആണുള്ളത്: പ്രോസ്പെറിറ്റി, റിസഷൻ, ഡിപ്രഷൻ ആൻഡ് റിക്കവറി. അതായത് ചില സമയത്ത് എന്താവാം, നമ്മൾ ബിസിനസ് നല്ലോണം ഡൗൺ ആയി പോവാം. അപ്പോൾ പക്ഷേ ആ ഡൗൺ ആയി പോകുന്നതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും, ഗ്രാജുവലി നമുക്ക് അതിൻ്റെ ഇതൊക്കെ മനസ്സിലാക്കി നമ്മൾ എന്ത് ചെയ്യും, സക്സസ്സിലേക്ക്, അങ്ങനെ നമ്മൾ വീണ്ടും അതായത് റിസഷൻ അല്ലെങ്കിൽ ഡിപ്രഷൻ അങ്ങനെയൊക്കെ വരുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തെങ്കിലും പോളിസീസോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രാറ്റജീസോ നമ്മൾ ഉണ്ടാക്കി എന്നിട്ട് എന്ത് ചെയ്യും, അതിനെ സക്സസ്സിലേക്ക് നയിക്കുകയാണ് ചെയ്യുക. അങ്ങനെയുള്ള വേരിയേഷനെയാണ് നമ്മൾ എന്ത് പറയുക, സൈക്ലിക്കൽ വേരിയേഷൻസ് എന്ന് പറയാം. ഓക്കെ, ചില സമയം അത് ഇയർ തന്നെ എടുത്തേക്കാം. ചിലപ്പോൾ 7 ഇയേഴ്സ് അല്ലെങ്കിൽ 7 to 9 ഇയേഴ്സ് തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ കുറവോ അല്ലെങ്കിൽ കൂടുതലോ, അങ്ങനെ ഇതിനെ ആ ഒരു പ്രോബ്ലത്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ട് അത് വാരി ചെയ്യും. ഓക്കെ, ഇത് എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ ബിസിനസ്മാന് ഒരു സ്യൂട്ടബിൾ പോളിസി എല്ലാം ഫ്രെയിം ചെയ്യാൻ വേണ്ടി നമുക്ക്, അതായത് എന്തൊക്കെ നമ്മൾ ഉപയോഗിച്ചാലാണ് നമുക്ക് ഈ റിസഷൻ അല്ലെങ്കിൽ ഡിപ്രഷൻ നമുക്ക് ഒഴിവാവാൻ പറ്റും, അത് സക്സസ്സിലേക്ക് എങ്ങനെ നയിക്കാം, അതെല്ലാം നമുക്ക് ഏത് നോക്കിയാൽ മനസ്സിലാവും, ഈ സൈക്ലിക്കൽ വേരിയേഷൻസ്. ഓക്കെ, അതാണ് ദീസ് വേരിയേഷൻസ് ഇൻ എ ടൈം സീരീസ് ആർ ഡ്യൂ ടു അപ്സ് ആൻഡ് ഡൗൺസ് recurring after a period from time to time. ഓക്കെ, ഇതാണ് ഏത് വരിക, മൂന്നാമത്തെ കമ്പണൻ്റ് ആയിട്ട് വരിക. നെക്സ്റ്റ് നാലാമത്തെ കമ്പണൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറഗുലർ ഫ്ലക്ച്വേഷൻസ് ഓർ റാൻഡം വേരിയേഷൻ. അപ്പം ഇറഗുലർ ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്നത് കോസ്ഡ് ബൈ അൺയൂഷ്വൽ, അൺഎക്സ്പെക്റ്റഡ് ആൻഡ് ആക്സിഡൻ്റൽ ഈവൻറ്റ്സ്. അതായത് ചില സമയത്ത് നമ്മൾ എന്ത് വരാം, നമ്മൾ പ്രതീക്ഷിക്കാണ്ടാണ് എർത്ത് ക്വേക്ക് വരുന്നത്, സ്ട്രൈക്ക് വരുന്നത്, ഫ്ലഡ് വരുന്നത്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ കോവിഡ് സിറ്റുവേഷനാണ്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെട്ടെന്ന് ഉണ്ടാവുന്ന ഫ്ലക്ച്വേഷനാണ് നമ്മൾ എന്ത് പറയുക, ഇറഗുലർ ഫ്ലക്ച്വേഷൻസ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, സെയിൽ. ഇതിപ്പോൾ ഈ കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് സോപ്പിൻ്റെത്, സാനിറ്റൈസേഴ്സിൻ്റെത്, അതേപോലെ തന്നെ ഹാൻഡ് വാഷേഴ്സിൻ്റെത്, അതിൻ്റെ ഒക്കെ സെയിൽ എന്തായിട്ടുണ്ട്, ഡബിൾ അല്ല അത്രയും നമുക്ക് ഇവിടെ ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് മുന്നേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല, കനോട്ട് ബി പ്രെഡിക്റ്റഡ്. മുന്നത്തെ കമ്പണൻസ് പറഞ്ഞതുപോലെ നമുക്ക് അതായത് മുന്നേ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റൂല.
സെക്യുലർ ട്രെൻഡ് ആയാലും സീസണൽ വേരിയേഷൻ ആണെങ്കിലും സൈക്ലിക്കൽ വേരിയേഷൻസ് ആണെങ്കിലും ഒക്കെ നമുക്ക് മുൻകൂട്ടി എന്ത് ചെയ്യാം, പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇറഗുലർ ഫ്ലക്ച്വേഷൻ്റെ കേസിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, പെട്ടെന്ന് നടക്കുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ സെയിൽ കൂട്ടുകയും കുറയ്ക്കുകയും അത് നമുക്ക് ആ ടൈമിൽ നടക്കുന്നതാണ്. ഓക്കെ, അങ്ങനെയുള്ള ഫ്ലക്ച്വേഷനാണ് നമ്മൾ എന്ത് പറയുക, ഇറഗുലർ ഫ്ലക്ച്വേഷൻ എന്ന് പറയാം. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് വരുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ നോട്ട്സ് ഞാൻ PDF ആയിട്ട് താഴെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ സെപ്പറേറ്റ് എഴുതുക. ഓക്കെ, താങ്ക് യു.